നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. സ്പീക്കർ AN ഷംസീറിന്റെ മണ്ഡലം. AN ഷംസീറിന് ജനങ്ങൾ എത്ര മാർക്ക് കിട്ടും? വലിയ സ്കോറാണ്. അദ്ദേഹത്തിന് തലശ്ശേരി മണ്ഡലമാണ്, ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുള്ള മണ്ഡലമാണ്. അവിടെ ലോക്സഭയിൽ എനിക്കൊന്ന് ശൈലജ ടീച്ചർ ആകെ ലീഡ് ചെയ്തത് തലശ്ശേരിയിൽ മാത്രം. അദ്ദേഹം താരതമ്യേന വളരെ നല്ല രീതിയിൽ മണ്ഡലം ശ്രദ്ധിക്കുന്ന ഒരു MLA കൂടിയാണ്, സ്പീക്കറായിരുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായി കിട്ടുന്ന ഒരു മാർക്ക് തന്നെയാണ് 74.70. CPM പക്ഷേ ഉറച്ച സീറ്റുകളിൽ 2 ടേം നിബന്ധന കർശനമാക്കി. അതുകൊണ്ട് ഇത്തവണ AN ഷംസീറിന് അവിടെ മത്സരിക്കാൻ സീറ്റ് നൽകുന്നില്ല. AN ഷംസീറിന്റെ റാങ്ക് 21 140-21 എന്നുള്ള റാങ്കാണ്, മികച്ച റാങ്കാണ്. അതെ. എന്തായാലും കാരായി രാജനായിരിക്കും LDFന്റെ സ്ഥാനാർത്ഥി. അവിടെ ഉറച്ച LDF മണ്ഡലമാണ്. ഷംസീറിന് 21ാമത്തെ റാങ്ക് കിട്ടിയ ആ മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്? LDFന് ആണോ അതോ UDFന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? തലശ്ശേരിയുടെ രാഷ്ട്രീയ ചിത്രം. 59% LDF, UDF 30 ഉള്ളൂ, 30.7, NDA 10.8, 28% ലീഡ്. വലിയ വ്യത്യാസമാണ്. തലശ്ശേരിയിൽ ഒരു വലിയ LDF മൂഡുണ്ട്. LDFന് അനുകൂലമായ ഒരു മൂഡ് പൊതുവെ കണ്ണൂരിലെ LDFന്റെ മണ്ഡലങ്ങളിലുണ്ട്. ഞാനീ പറഞ്ഞുകൊണ്ട് വികസനം ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ നടന്നത് മലബാറിലാണോ, അല്ലെങ്കിൽ അവിടുത്തെ MLA-മാരാണോ കൂടുതൽ ഈ പറഞ്ഞ ജനകീയരും പദ്ധതികൾ നടപ്പിലാക്കിയത്? പിന്നെ ഈ പറഞ്ഞുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥി ആരാണെന്നൊരു വ്യക്തതയില്ലായ്മയുണ്ട്. ആരാണ് അവിടെ മത്സരിക്കുക? UDFന് ഒരു ക്ലിയർ കാൻഡിഡേറ്റ് ഇല്ല. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ നേരിടാൻ രാജ്മോഹൻ അല്ല, ഇപ്പൊ നമ്മൾ കോഴിക്കോട് ജില്ലയിലെ സീറ്റുകൾക്ക് വേണ്ടി ആളുകൾ മത്സരിക്കുമ്പോൾ UDFല് അങ്ങനെ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു മത്സരം ഇപ്പൊ കല്യാശ്ശേരിക്കോ പയ്യന്നൂരിനോ തലശ്ശേരിക്കോ വേണ്ടി ആരും, അപ്പൊ ഒരു പേരില്ല അവിടെ. വെറുതെ മത്സരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചിലപ്പോൾ ചെന്ന് മത്സരിക്കണം. അപ്പൊ അങ്ങനെ UDFന് സാധ്യതയില്ല എന്ന് ജനങ്ങൾ വിലയിരുത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും LDFന് വോട്ട് ചെയ്യാനുള്ള ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. തലശ്ശേരിയിൽ ഒരു ക്ലിയർ പിക്ചർ ഉണ്ട്. LDFന് വലിയ ഹ്യൂജ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് തലശ്ശേരിയിൽ, അതിൽ യാതൊരു സംശയവുമില്ല.